കോയമ്പത്തൂരിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് മൃതദേഹത്തിനൊപ്പം സെൽഫിയെടുത്ത് യുവാവ്. തിരുനെൽവേലി സ്വദേശിയായ 32 വയസ്സുള്ള എസ് ബാലമുരുകനാണ് ഭാര്യ 30 വയസ്സുള്ള ശ്രീപ്രിയയെ കോയമ്പത്തൂരിലെ വനിതാ ഹോസ്റ്റലിലെത്തി കൊലപ്പെടുത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിനൊപ്പം സെൽഫിയെടുത്ത പ്രതി ഈ ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു. വഞ്ചനയ്ക്കുള്ള പ്രതിഫലം മരണം എന്ന കുറിപ്പോടെയാണ് പ്രതി ചിത്രം സ്റ്റാറ്റസ് ആക്കിയതെന്നും പോലീസ് പറയുന്നു. അകന്ന ബന്ധുവുമായുള്ള ഭാര്യയുടെ അടുപ്പമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും ഇയാളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. ഞായറാഴ്ച രാവിലെ കോയമ്പത്തൂർ ഗാന്ധിപുരത്തു നിന്നും രാജ നായിഡു സ്ട്രീറ്റിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് കൊലപാതകം നടന്നത്. തിരുനെൽവേലി സ്വദേശികളായ ബാലമുരുകനും ഭാര്യ ശ്രീപ്രിയയും ഏതാനും മാസങ്ങളായി അകന്നു കഴിയുകയായിരുന്നു. 4 മാസം മുൻപാണ് ശ്രീപ്രിയ ഭർത്താവിനെയും 2 കുട്ടികളെയും വിട്ട് കോയമ്പത്തൂരിൽ എത്തിയത്. നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ച യുവതി ഗാന്ധിപുരത്തിന് സമീപത്തെ ഹോസ്റ്റലിലായിരുന്നു താമസം. ബാലമുരുകന്റെ അകന്ന ബന്ധുവായ രാജ എന്നയാളുമായി ശ്രീപ്രിയ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും പ്രതി ഭാര്യയുടെ മൃതദേഹത്തിനരികെ ഇരിക്കുകയായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.